ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ച വാരാണസി അടക്കം 57 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. ഉഷ്ണതരംഗത്തിലും മെച്ചപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. വൈകിട്ട് 6 മണി വരെ 59% പേർ വോട്ട് രേഖപ്പെടുത്തി. 7ാം ഘട്ട വോട്ടെടുപ്പിനിടെ പശ്ചിമബംഗാളിൽ വ്യാപക സംഘർഷമുണ്ടായി. ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന രാജ്യത്തെ പൊതുതിരഞ്ഞെടുപ്പിന് പരിസമാപ്തിയായി. തീവ്ര ഉഷ്ണതരംഗത്തിനിടെ ഇന്ന് നടന്ന 7ാം ഘട്ട വോട്ടെടുപ്പിൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ നൽകിയിരുന്ന ആഹ്വാനം ആദ്യ മണിക്കൂറുകളിൽ പ്രതിഫലിച്ചു. എന്നാൽ ഏറ്റവും കുറവ് പോളിംഗ് നിരക്ക് രേഖപ്പെടുത്തിയത് ഇന്ന് നടന്ന 7ാം ഘട്ടത്തിലാണ്. 4ാം ഘട്ടത്തിലാണ് ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത്, 69.16%. 1ാം ഘട്ടം 66.14%, 2ാം ഘട്ടം 65.71%, 3ാം ഘട്ടം 65.68%, 5ാം ഘട്ടം 62.2%, 6ാം ഘട്ടം 63.3% എന്നിങ്ങനെയാണ് പോളിംഗ് നിരക്ക്. 7 സംസ്ഥാനങ്ങളിലും ചണ്ഡീഗഡിലുമായി 57 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും മുഴുവൻ മണ്ഡലങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസിയും ഇതിൽ ഉൾപ്പെടുന്നു. വോട്ടെടുപ്പിനിടെ ബംഗാളിൽ വ്യാപക സംഘർഷമുണ്ടായി. സൗത്ത് 24 പർഗാനാസിൽ അക്രമാസക്തരായ ആൾക്കൂട്ടം വോട്ടിംഗ് യന്ത്രങ്ങൾ കുളത്തിലെറിഞ്ഞു. കുൽത്തായിലെ 40-41 നമ്പർ ബൂത്തുകളിലെ യന്ത്രങ്ങളാണ് ആൾക്കൂട്ടം നശിപ്പിച്ചത്. പഞ്ചാബിൽ വോട്ടിംഗിന് മുമ്പ് അമൃത്സറിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകനെ വെടിവെച്ച് കൊലപ്പെടുത്തി. അക്രമികളെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. 24 ഡൽഹി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.